ഹായ്, ഞാൻ സ്നേഹ. എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട്, എന്നെ കിട്ടുന്നതിന് മുന്നേ ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് വേണ്ടി സമയം കണ്ടെത്താനായിട്ട് കുറേ ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ കിട്ടിയ ശേഷം തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളത് ശരിയാണ്. ചില ആളുകളുടെ കാര്യങ്ങളിൽ ഇത് വളരെ കറക്റ്റാണ്. അതായത് ചില ആളുകൾ നല്ല മനുഷ്യൻ അങ്ങനെയാണ്, കിട്ടുന്നതിന് മുന്നേ ഭയങ്കരമായിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഭയങ്കരമായിട്ട് അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും ഓരോന്ന് ചെയ്തു കൊടുക്കാനും ഒക്കെ വളരെ താല്പര്യം കാണിക്കാറുണ്ട്. പക്ഷെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റ് കുറച്ച് കുറഞ്ഞു പോകാറുണ്ട്. ഇതിൻ്റെ പുറകിൽ സൈക്കോളജി പരമായിട്ടും ഇമോഷണൽ പരമായിട്ടും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതായത് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ അവരെ കിട്ടുന്നതിന് മുന്നേ, അതായത് ആ ഒരു പേഴ്സൺ നമ്മുടെ സ്വന്തമാകുന്നതിന് മുന്നേ അവരോട് താല്പര്യം കൂടുതലും പിന്നെ സ്വന്തമായതിനു ശേഷം താല്പര്യം കുറഞ്ഞു പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ അത് വളരെ നോർമൽ ആയിട്ടാണ് പലരും എടുക്കാറുള്ളത്. അതായത് റിലേഷൻഷിപ്പിന്റെ ആ ഒരു ത്രില്ലുണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെന്റ്, അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറേ പേരുണ്ട്. അവരെ കിട്ടുന്നത് വരെ നമുക്ക് അവരെ നേടിയെടുക്കണം, എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നൊരു ആഗ്രഹവും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും ത്രില്ലും ഒക്കെ ആയിരിക്കും. ബാക്കിയുള്ള ആരും അറിയാതെ അവരെ കാണാൻ പോവുക, അവരെ വിളിച്ച് സംസാരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ത്രില്ലായിരിക്കും പലർക്കും ഉണ്ടാവുക. അത് പലരും ആ ഒരു ത്രില്ല് ആൻഡ് എക്സൈറ്റ്മെന്റിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മുടേതായി കഴിയുമ്പോൾ ആ ഒരു ത്രില്ല് പോവുക. കാരണം നമുക്ക് ആരും അറിയാണ്ട് അവരെ കാണാൻ പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ആണല്ലോ, ലൈസൻസ് ഉണ്ട്. സോ നമുക്ക് അവിടെ ആ ഒരു ത്രില്ല് നഷ്ടമാവുന്നു എന്നുള്ളതാണ്. അതായത് ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു ത്രില്ല് അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ സ്വന്തമായി കഴിഞ്ഞാൽ ആ ഒരു ത്രില്ല് നഷ്ടമാവും, ഒരു എക്സൈറ്റ്മെന്റ് കുറഞ്ഞു പോകും. അതാണ് പലരിലും കാണാറുള്ളത്. ഒരിക്കലും ഇത് എല്ലാം തന്നെ, അതായത് നമ്മുടെ അടുത്ത് അവർക്ക് ആ ഒരു ഇഷ്ടം മുമ്പത്തെ പോലെ താല്പര്യം കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് ഫേക്ക് ലവ് ആണെന്നുള്ളത് പറയാനൊന്നും പറ്റില്ല കേട്ടോ. പക്ഷെ മനുഷ്യ സഹജമായ കാര്യമാണ് ഇത്. അതായത് നമുക്ക് ആ ഒരു ത്രില്ല് ഒത്തിരി ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ നമ്മുടേതായി കഴിയുമ്പോൾ നമുക്ക് അവിടെ വേറെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിന് ആവശ്യമൊന്നും ഇല്ല, കാരണം നമ്മളുടേതാണല്ലോ, ഇനിയിപ്പോൾ നമ്മൾ വിട്ട് പോവില്ല എന്നൊരു ചിന്തയൊക്കെ നമുക്ക് വരും. അതുകൊണ്ട് തന്നെ ത്രില്ലും എക്സൈറ്റ്മെന്റും കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലർ ഇഷ്ടപ്പെടുന്നത് അറ്റൻഷനാണ്. ഒരിക്കലും അവര് ആ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷന് പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പല ആളുകളും റിലേഷൻഷിപ്പ് നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റപ്പെടലിൽ നിന്ന് ഒരു മോചനം എന്നുള്ളതാണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കാണെന്നൊരു ചിന്ത വരില്ല. നമുക്ക് ഒരാൾ കൂട്ടിനുണ്ട്, നമുക്ക് ശ്രദ്ധ തരാൻ ഒരാളുണ്ട് എന്നൊരു ചിന്ത നമുക്ക് വരും. അതിന് വേണ്ടിയിട്ട് പലരും റിലേഷൻഷിപ്പിൽ ആവാറുണ്ട്. മീൻസ് റിലേഷൻഷിപ്പിനെ കുറച്ച് സീരിയസ് ആയിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നവരോ ഉണ്ട്. അവരൊരിക്കലും ഒരു കമ്മിറ്റ്മെന്റിന് തയ്യാറാവാറില്ല. അവർക്ക് വേണ്ടത് ജസ്റ്റ് ഒരു വാലിഡേഷൻ മാത്രമാണ്. അവരെ കുറച്ചധികം ശ്രദ്ധിക്കുകയും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കുകയും അത്തരത്തിൽ അവർ അപ്രിസിയേഷൻ നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സണെയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അത് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നുണ്ട്, അവർ ഓക്കെയാണ്. പക്ഷെ അവര് ആ ഒരു ഡീപ്പ് ഇമോഷണൽ കണക്ഷനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാൾ സ്വന്തമാകണമെന്നോ മാരേജ് കഴിക്കണമെന്നോ അവർ വിചാരിക്കാറുണ്ടാവില്ല. അവർക്ക് ഈ ഒരു ലോൺലിനെസ്, അതിൽ നിന്ന് ഒരു മാറ്റം, അതിന് ഒരു റിലേഷൻഷിപ്പ് എന്നാണ് അവർ വിചാരിക്കുന്നുണ്ടാവുക. പിന്നീട് അതൊരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മാരേജ് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് കാണണം എന്നില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ, വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് കേസുകളിലാണ് ഇങ്ങനെ കാണാറുള്ളത്, ബിഫോർ മാരേജ് വളരെയധികം ഇൻട്രസ്റ്റും വളരെയധികം ഇഷ്ടവും ഉണ്ടാവാറുണ്ട്, ബട്ട് ആഫ്റ്റർ മാരേജിൽ അതിലൊരു മാറ്റവും കാണാറുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാന്റസി വേഴ്സസ് റിയാലിറ്റിയാണ്. അതായത് ആദ്യം അവർ നമ്മളെ കാണുന്ന സമയത്ത് അവർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മൾ കാണിക്കുന്നത്, നമ്മുടെ ക്യാരക്ടർ, അങ്ങനെ നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളുടെ ടോട്ടൽ അപ്പിയറൻസ് ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ അവരൊരു ഫാന്റസി ലൈഫിലായിരിക്കും പോയിട്ടുണ്ടാവുക. അതായത് അവര് നമ്മളെക്കുറിച്ച് അപ്പൊ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവം വെച്ചിട്ട് യാതൊരു രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ഈ പറയുന്ന പോലെ ഭയങ്കര ഇഷ്ടം ഉണ്ടായിരിക്കും. ബിക്കോസ് അവര് ഭയങ്കര ആഗ്രഹിച്ചതുപോലെ ഉള്ളൊരു പേഴ്സണെയാണ് അവർക്ക് കിട്ടുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഫാന്റസി ലൈഫിൽ അവർ ജീവിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത്, അതായത് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മുടെ റിയൽ ക്യാരക്ടർ മനസ്സിലാക്കുമ്പോൾ, മേ ബി അത് ആഫ്റ്റർ മാരേജ് ആയിരിക്കാം, നമ്മുടെ തനി സ്വഭാവം മനസ്സിലാക്കുന്ന സമയത്ത് അവർക്ക് തോന്നും, അയ്യോ ഇത് ഞാൻ വിചാരിച്ച പോലെ ഒരാളല്ല എന്നുള്ളത്. അങ്ങനെയാകുമ്പോഴും അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കുറയും എന്നുള്ളതല്ല, എന്നാലും
ചെറിയ രീതിയിലൊരു ഡിസ്റ്റൻസ് അവിടെ വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അവർ വിചാരിച്ചതുപോലെ അല്ല നമ്മുടെ ക്യാരക്ടർ എന്നുള്ളത് പിന്നീട് മനസ്സിലാവുന്ന സമയത്ത് ഒരു നിരാശ, അത്രയേ ഉള്ളൂ, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അവിടെയും ചെറിയൊരു താല്പര്യക്കുറവ് നമുക്ക് ഫീൽ ചെയ്യും. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ഇമ്മെച്യൂരിറ്റി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലവ് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമുക്ക് ഒരു പ്രണയത്തിലാവുക എന്ന് പറയുന്നത് കുറച്ച് എളുപ്പമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ എളുപ്പമാണ് ജസ്റ്റ് പ്രണയത്തിലാവുക എന്ന് പറയുന്നത്. അതിന് വലിയ സമയമൊന്നും വേണ്ട പ്രണയത്തിലാവാൻ. അപ്പൊ പ്രണയത്തിലാവാൻ പ്രശ്നമില്ല, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് പ്രശ്നമാണ്. ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്യൂർഡ് ആയിരിക്കില്ല, അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവര് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ സൈലന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഇതാണ് പലരും ചെയ്യാറുള്ളത്. അതാണ് ചില റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് റിലേഷൻഷിപ്പിലാവുന്ന ആ ഒരു ടൈമൊക്കെ വളരെ ഓക്കെയാണ്, ഭയങ്കര ഹാപ്പിയാണ്. റിലേഷൻഷിപ്പിലാവുന്നതിന് മുന്നേ മേ ബി ഇവർ പുറകെ നടന്നിട്ടുണ്ടായിരിക്കും. ആരായാലും, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ചിലപ്പോൾ പുറകെ നടന്ന് വീഴ്ത്തിയതായിരിക്കാം. പക്ഷേ റിലേഷൻഷിപ്പിലായതിനു ശേഷവും വലിയ പ്രശ്നം ആദ്യമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും, ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും മാരേജ് റിലേഷൻഷിപ്പ് ആണെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. കാരണം റിയൽ സ്വഭാവമൊക്കെ അപ്പോഴാണല്ലോ പുറത്തു വരിക. അപ്പം ഇങ്ങനെ ശരിയായ സ്വഭാവം പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുമ്പോൾ അതെല്ലാം തരണം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്, എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാൻ പറ്റാത്തത് ആ ഒരു മെച്യൂരിറ്റി കുറവ് കൊണ്ട് തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് പരസ്പരം ഡിസ്കസ് ചെയ്ത് എന്താണ് പ്രശ്നമെന്നും എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നും സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാലാണ് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. പക്ഷെ ഇവിടെ പലരും ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വന്നു കഴിയുമ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് എന്നോട് ഭയങ്കര ഒരു താല്പര്യക്കുറവാണ്, ഇഷ്ടക്കുറവാണ് എന്നുള്ളതാണ് സംഭവം. അവര് ഇമ്മെച്യൂർ ആയതുകൊണ്ടാണ്. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റിൽ പെടുന്നവരുണ്ട്. അതായത് ഇവർക്ക് റിലേഷൻഷിപ്പ് വേണം, റിലേഷൻഷിപ്പ് ഇഷ്ടമാണ്, ഇവർ ആ റിലേഷൻഷിപ്പിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ഭയങ്കരമായിട്ട് ക്ലോസ് ആവാൻ ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഒത്തിരി ക്ലോസ് ആവുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ഇവരായിട്ട് തന്നെ ഒന്നൊന്ന് അകറ്റി മാറ്റും എന്നുള്ളതാണ്. അത് ഇവർക്ക് റിലേഷൻഷിപ്പിനോട് താല്പര്യമുണ്ട്, പക്ഷെ ഓവർ വൾണറബിലിറ്റി അവർക്ക് വലിയ രീതിയിലുള്ള താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇവർക്ക് ചെറിയൊരു പേടി ഉണ്ടാവും, ആളെ വിട്ടിട്ട് പോകും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഡിസ്റ്റൻസ് ഇവർ കീപ്പ് ചെയ്യും. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമ്പോൾ താല്പര്യമില്ല, ഇഷ്ടമല്ല, മുമ്പത്തെ പോലെ ഇഷ്ടമല്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, ഓവർ ക്ലോസ് ആവാൻ അവർക്ക് ചെറിയൊരു പേടിയുണ്ട് എന്ന് മാത്രം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും എഫേർട്ട് എടുക്കണം. നമ്മുടെ പാർട്ട്ണർക്ക് ഫീൽ ചെയ്യണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അതായത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പിനോട് തീരെ ഇഷ്ടം തോന്നില്ല എന്നുള്ളതാണ്. ഇവിടെ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് സെക്യൂർ ആണെന്ന് ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, അതായത് ഇനി ഈ ഒരു ബന്ധം എന്തായാലും വിട്ടു പോവില്ല, സെക്യൂർ റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് അവരെടുക്കുന്ന ആ ഒരു അതായത് എഫേർട്ട് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അവർ നിർത്തും എന്നുള്ളതാണ്. കാരണം ഇത് ഓക്കെയാണ്, ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് എന്തായാലും എന്നെ വിട്ട് പോവില്ല, ഈ ഒരാൾ എന്നെ വിട്ട് പോവില്ല എന്നൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ അവർ പിന്നീട് അങ്ങോട്ട് എഫേർട്ട് എടുക്കുന്നത് കുറയുന്നുള്ളതാണ്. എഫേർട്ട് എടുക്കുന്നത് കുറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഫീൽ ചെയ്യും ആൾക്ക് ഇപ്പം എന്നെ വേണ്ട എന്നുള്ളത്. അതാണ് സംഭവിക്കുന്നത്. അതൊരിക്കലും ഇഷ്ടക്കുറവല്ല, അവർക്ക് ഈ റിലേഷൻഷിപ്പ് ഓക്കെയാണ്, ഇനി ഒരിക്കലും ആൾ എന്നെ വിട്ട് പോവില്ല എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ ശരിക്കും അവർക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു, പിന്നീട് അങ്ങോട്ട് ആ താല്പര്യം കുറയുന്നു എന്നുള്ളതിന്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കേസിലും നമുക്ക് അവർക്ക് നമ്മളോട് ഇഷ്ടം കുറയുന്നതുകൊണ്ടാണെന്നോ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില കേസുകളിൽ അങ്ങനെ ആയിരിക്കാം, പക്ഷെ ഇപ്പൊ പറഞ്ഞതിൽ ഒന്നിലും അവർക്ക് നമ്മൾ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അല്ല. അതായത് അവർക്ക് നമ്മളെ ഇഷ്ടമാണ്, പക്ഷേ എന്നാലും അവർക്ക് ചെറിയ രീതിയിൽ അവരുടേതായ കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്ന് മാത്രം. നമ്മൾ അവരുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്നുള്ളത് ഏകദേശം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളിപ്പോൾ അവർക്ക് നിങ്ങൾ ഇഷ്ടമാണോ ഇല്ലേ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും അവർക്ക് നമ്മളെ ഇഷ്ടമല്ലെന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇപ്പം ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നവരൊന്നും അത്തരത്തിൽ നമ്മൾ ഇഷ്ടമല്ലാത്തവരല്ല. അപ്പൊ എന്തായാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്, അതായത് ആദ്യം ഇഷ്ടമുണ്ട് പിന്നെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നതിന് പുറകിലെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്